നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് കളിക്കാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 5 മത്സരങ്ങളുടെ 2020 പരമ്പര കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വലിയ മാറ്റങ്ങളോടെയുള്ള ഒരു പുതിയ സ്ക്വാഡിനെയാണ് BCCI സിംബാബ്വെ പര്യടനത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം തുടങ്ങാനിരിക്കുന്ന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും നിരാശപ്പെടുത്തിയതുമായ വാർത്ത മലയാളി താരം സഞ്ജു സാംസൺ ടീമിലില്ല എന്നതാണ്. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടീമിൽ നിന്ന് മാറി നിന്നതിനു പിന്നാലെ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്ന സഞ്ജു സാംസണും ടീമിന് പുറത്തായിരിക്കുന്നത് ആരാധകർക്ക് വലിയ അത്ഭുതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ മാസം 23 മുതൽ ഹരാരയിൽ ആരംഭിക്കുന്ന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്നതിനെ കുറിച്ച് BCCI കൃത്യമായ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഈ മാസം 23-ാം തീയതിയാണ് സിംബാബ്വെ പരമ്പരയിലെ ആദ്യ പോരാട്ടം നടക്കുന്നത്. തുടർന്ന് 25, 26 തീയതികളിൽ ഹരാരയിലെ ഇതേ വേദിയിൽ തന്നെയാണ് അടുത്ത മത്സരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തുടർച്ചയായി മത്സരങ്ങൾ നടക്കുന്നു എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട്. ഇംഗ്ലീഷ് പര്യടനത്തിലുള്ള നിലവിലെ സംഘത്തിലെ സഞ്ജു സാംസൺ അടക്കം 7 പ്രമുഖ കളിക്കാർ പുതിയ ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല. തുടർച്ചയായ മത്സരങ്ങൾ കളിക്കുന്ന കളിക്കാർക്ക് ജോലിഭാരം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ വിശ്രമമായിരിക്കാം ഇതെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എങ്കിലും ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും വരാത്തതിനാൽ ആരാധകർക്കിടയിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. യുവതാരങ്ങൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര മത്സരം പരിചയം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് BCCI ഈ പര്യടനത്തെ കാണുന്നതെന്ന് സ്ക്വാഡ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ പര്യടനത്തിൽ ആദ്യ 2020 മത്സരത്തിൽ മാത്രം കളിച്ച ശേഷം ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു സാംസണെ സിംബാബ്വെ ടൂറിലേക്ക് ഉറപ്പായും പരിഗണിക്കുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന അഭിപ്രായം ശക്തമായിരുന്നു. എന്നാൽ സെലക്ടർമാർ സഞ്ജുവിന് പകരം മറ്റൊരു യുവ വലംകയ്യൻ ഓപ്പണിംഗ് ബാറ്ററായ പ്രഭ്സിമ്രൻ സിംഗിനെയാണ് ടീമിലേക്ക് തിരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ് പ്രഭ്സിമ്രൻ സിംഗ്. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും ആക്രമണകാരിയായ ബാറ്റിംഗ് ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യരുടെ നായകത്വത്തിന് കീഴിൽ കളിക്കുമ്പോൾ പ്രഭ്സിമ്രൻ പ്ലേയിങ് 11-ൽ കൃത്യമായ ഒരു റോൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സഞ്ജുവിന് ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന സ്ഥാനം ഇതോടെ പ്രഭ്സിമ്രന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്.